പഞ്ചസാര അഥവാ വെളുത്ത വിഷം. എന്താണ് പഞ്ചസാര? എങ്ങനെയാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത്? ഇങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കരിമ്പിൽ നിന്നും അതിലെ കളറും വിറ്റാമിനുകളും മിനറലുകളും കാൽസ്യവും ഫോസ്ഫറസും മാറ്റി ബ്ലീച്ച് ചെയ്ത് വെളുപ്പ് നിറമാക്കി 23 തരം കെമിക്കൽ ചേർത്ത് പൂർണ്ണ രാസപദാർത്ഥമാക്കിയ ക്രിസ്റ്റലാണ് വെളുത്ത വിഷം എന്നറിയപ്പെടുന്ന പഞ്ചസാര. ഇത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം. പ്രിസർവേറ്റർ ആയും പഞ്ചസാര ഉപയോഗിക്കാം. പഞ്ചസാരയിൽ സ്റ്റാർച്ച് മാത്രമേ ഉള്ളൂ. അത് ആമാശയത്തിലെത്തിയാൽ ദഹനം എളുപ്പത്തിൽ നടക്കുകയില്ല. കരിമ്പ് ജ്യൂസിൽ നിന്നും നീക്കം ചെയ്ത വസ്തുക്കളായ കാൽസ്യം, ഫോസ്ഫറസ്, മിനറലുകൾ തുടങ്ങിയവയുടെ സാന്നിധ്യത്തിൽ മാത്രമേ ദഹനം നടക്കുകയുള്ളൂ. ഇവ ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ശരീരം പഞ്ചസാരയെ ദഹിപ്പിക്കാനായി വളരെ ക്ലേശിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്നു തന്നെ കാൽസ്യവും ഫോസ്ഫറസും മറ്റു മിനറലുകളും എടുത്ത് ആമാശയത്തിലെത്തിച്ച് ദഹനം നടത്തും. എവിടെ നിന്നാണ് ഇവയെല്ലാം ശരീരം എടുക്കുക? പല്ലുകളിൽ നിന്നും എല്ലുകളിൽ നിന്നും ഞരമ്പുകളിൽ നിന്നുമാണ് ഇവയെല്ലാം എടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പഞ്ചസാര നന്നായി ഉപയോഗിക്കുന്ന ഒരാളുടെ പല്ല്, എല്ല്, ഞരമ്പുകൾ എന്നിവ പെട്ടെന്ന് ക്ഷയിക്കുന്നു. പഞ്ചസാരയിൽ നാരിന്റെ അംശം ഒട്ടുമില്ലാത്തതിനാൽ ദഹനശേഷം ഇവ കുടലുകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിനെല്ലാം പുറമെ പഞ്ചസാരയിൽ ചേർക്കുന്ന 23ഓളം കെമിക്കലുകളുടെ അംശങ്ങൾ ഉണ്ടാക്കുന്ന മറ്റു പ്രശ്നങ്ങൾ വേറെ. ഈ രാസവസ്തുക്കൾ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ കിഡ്നി വിചാരിച്ചാൽ പോലും ഇവ പുറന്തള്ളാൻ കഴിയില്ല. അങ്ങനെ ഈ വിഷങ്ങളെ പുറന്തള്ളാൻ കരളും ത്വക്കും ശ്രമം നടത്തും. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഇവയെല്ലാം കൂടി കരളിൽ ഒതുക്കി നിർത്തും. ഈ പ്രക്രിയ പല പ്രാവശ്യം തുടരുമ്പോൾ കരൾ ക്ഷീണിക്കും. കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഹെൽത്ത് ആൻഡ് ഗ്ലോ.